പിന്നെ എത്ര പിന്നെ എല്ലാം അന്ന് അതുവരെ ലീവ് എടുക്കാതിരുന്ന മനുഷ്യനായ ഈ ഞാൻ എല്ലോ ഞായറാഴ്ച എറണാകുളത്തേക്ക് ഫുള്ള് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ ഫുഡ് കഴിക്കും തിരിച്ചു വരും. ഫുഡ് കഴിക്കും. അതിന്റെ ഇടയ്ക്ക് എന്റെ അപ്പൂപ്പൻ മരിച്ചു. അതിന്റെ ഇടയിൽ ഇവളുടെ അപ്പൂപ്പൻ മരിച്ചു. അത് ഇവൾക്ക് ഭയങ്കര വിഷമവും ഭയങ്കര ഇതൊക്കെ ആയിരുന്നു അന്നൊക്കെ. ആ ടൈമിൽ ഇവള് ഭയങ്കര ഡൗൺ ആയിട്ട് അയ്യോ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോ തന്നെ എനിക്ക് തന്നെ കരച്ചിൽ വരും. ഫുള്ള് കരച്ചിലോളിയായിരുന്നു. കൊറേ സമാധാനിപ്പിച്ചു. അങ്ങനൊക്കെ കൊറേ കാര്യങ്ങൾ ഉണ്ടായി. പിന്നെ വീട്ടില് പതിയെ അല്ല വീട്ടില് അവതരിപ്പിച്ചത് എങ്ങനെയായിരുന്നു നമുക്ക് ഓർമ്മ ഉണ്ടോ? നീ അവതരിപ്പിച്ചത് അതായത് വീട്ടില് ഞങ്ങളിത് തുറന്നു പറയാനുണ്ടായ ഒരു സാഹചര്യം. കാരണം ഞങ്ങള് പ്രേമിച്ചു തുടങ്ങിയിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടില് കാര്യം പറയണത്. അങ്ങനെ വെച്ചാൽ എനിക്ക് കല്യാണത്തിന് അച്ഛനമ്മ ഇങ്ങനെ നടത്തിണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഒരൊറ്റ പെൺകുട്ടിനെ ഞാൻ പെണ്ണ് കാണാൻ പോയിട്ടുള്ളൂ കേട്ടോ. അത് ഇവിടെ അടുത്തൊരു അതല്ല, നീ അന്നില്ല, അതിന്റെ മുന്നേ അന്ന് ഇല്ല. അതിന്റെ മുന്നേ എന്നെ വട്ടം ഒരു പെണ്ണിനെ കൊണ്ടുപോയി എന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പെണ്ണ് കാണായിരുന്നു. പിന്നെ ഇങ്ങനെ പെണ്ണ് വേണ്ടല്ലേ, കുടുംബം ഫാമിലി അങ്ങനെയൊക്കെ ആയിട്ട് നമ്മള് നടന്നു പോവായിരുന്നു. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവളായിട്ട് ഇഷ്ടത്തിലായി. പിന്നെ ഞാൻ അച്ഛനോടും അമ്മേനോടും ഞാൻ ഒരു ദിവസം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഇവിടെ ഇരിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു എനിക്ക് ഒരു കുട്ടീനെ ഇഷ്ടമാണ്. അവളുടെ വീട് ആലപ്പുഴയിലാണ്, ഒറ്റ മകളാണ്, പിന്നെ ഒരു അനിയനുണ്ട്, ഒരു ഫാമിലി ആലപ്പുഴ സെറ്റിൽഡാണ്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ അച്ഛനും അമ്മയും ഫസ്റ്റ് എടുത്ത് വയ്ക്ക് പറഞ്ഞത് എനിക്ക് കുട്ടീനെ ഇഷ്ടപ്പെട്ടോ ഒക്കെയാണ് ചോദിച്ചു. യാതൊരു എതിർപ്പും കാര്യങ്ങളും അങ്ങനെ ഒരു ഇതൊന്നും ഞങ്ങൾക്കിടയിൽ അച്ഛനമ്മയൊന്നും പറഞ്ഞിട്ടില്ല. ഭയങ്കര സപ്പോർട്ടാണെന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും കുട്ടീനെ കാണിച്ചു കൊടുത്തു. ഓക്കെ, കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു. അപ്പം അമ്മയ്ക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. കുഴപ്പമില്ലല്ലോ, ഫിൽറ്റർ ഇട്ടൊരു ഫോട്ടോയാണ് ഞാൻ കാണിച്ചു കൊടുത്തു. പാവം അമ്മ അത് കണ്ടിട്ട് പറഞ്ഞു കൊള്ളാലോ, അടിപൊളി കുട്ടിയാണല്ലോ. ആ ഫോട്ടോ കണ്ടോടുകൂടി അടിപൊളി കുട്ടി, നൈസ്, വെരി ബ്യൂട്ടിഫുൾ. നേരിട്ട് കണ്ടപ്പോ ആള് മാറിപ്പോയതൊക്കെ. എന്നിട്ട് കാണിച്ചു. അമ്മയ്ക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ പെങ്ങന്മാരൊക്കെ അവർക്കും കാണിച്ചു കൊടുത്തു. അവർക്കൊക്കെ ഓക്കെ ആയി. പിന്നെ ഞാൻ ഇവളെ വിളിച്ചു പറഞ്ഞു, ഞാൻ വീട്ടിൽ കാര്യം അവതരിപ്പിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്, ഇനി നിന്റെ വീട്ടിൽ നീ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞു. അതെങ്ങനെയാ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ശരിക്കും ട്രാപ്പിലായത്. എനിക്ക് പറയാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാനാണെങ്കിൽ ആദ്യം ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അമ്മയോടെ ഞാൻ ആദ്യം പറയുന്നത്. അപ്പം അങ്ങനെ എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്ന് വെച്ചാൽ ആ സമയത്ത് എനിക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് എന്നൊരു ഒരു കാസ്റ്റിന്റെ ഒരു മൈൻഡ്. എന്ന് വെച്ചാൽ അമ്മയുടെ പ്രശ്നമല്ല, അമ്മയ്ക്ക് മൈൻഡിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഓക്കെ ആണ്. പക്ഷെ എന്ന് വെച്ചാൽ അമ്മയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും, അവരുടെ മുമ്പിലെല്ലാം ഓരോന്ന് ഇനി പറയത്തില്ലേ എന്ന് വെച്ചാൽ ഇനിയൊരു ഇപ്പൊ കാർത്തിയുടെ കാര്യം വരുമ്പോഴായാലും എനിക്ക് നിന്നെ നോക്കി പറയാം. നമ്മൾ തമ്മിലല്ലേ ക്വസ്റ്റ്യൻ ആൻസർ നടത്തുന്നത്. അല്ല, സാധാരണയായിട്ട് ഒരു കുടുംബം എന്താ ഇനിയിപ്പം എന്തായാലും ഒരു കല്യാണത്തിന് ഇത് വരുമ്പോഴത്തേനും അവർ കാസ്റ്റിന്റെ കാര്യം എന്തായാലും ചിന്തിക്കും. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേനും അവര് ചിന്തിച്ചപ്പോ വേണ്ട, കാസ്റ്റിന്റെ കാര്യം നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ഓരോ കുറ്റപ്പെടുത്തലും കാര്യങ്ങളും ഒക്കെ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഭയങ്കര ദേഷ്യമായി. എന്നോട് മിണ്ടത്തോലും ഇല്ലായിരുന്നു കുറെ നാളത്തേക്ക്. എന്നോട് ഭയങ്കര ദേഷ്യം. എന്നിട്ട് പിന്നെ പതിയെ ഞാൻ പിന്നെ എനിക്ക് അറിയാവുന്ന ഈ ജ്യോതിഷം നോക്കുന്ന ആൾക്കാരുണ്ട്, ഭയങ്കര ഈശ്വര വിശ്വാസിയാണ്. അപ്പൊ ഞാൻ ഓക്കെ പുള്ളിക്കാരി 6 എടുക്ക ചെന്ന് നോക്കിയപ്പോ ഞങ്ങൾ തമ്മിൽ ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈദവ്യ ദോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഭാര്യ അല്ലെ ഭർത്താവും മരിക്കും പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളും മരിക്കുമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി. ഞാൻ രാവിലെ നമുക്ക് പിരിയാടാ, നമ്മള് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് തമ്മിൽ ആരെങ്കിലും മരിച്ചു പോകുന്നു പറഞ്ഞിട്ട് ഞാൻ ഇവനെ ഒഴിവാക്കി. ഞാൻ പറഞ്ഞു മിക്കവാറും ഞാൻ നിന്നെ തന്നെ കൊല്ലുന്നു പറഞ്ഞു, ഈ ഒരു കാരണത്തിൽ പറഞ്ഞു.
അല്ല അങ്ങനൊന്നും നോക്കേണ്ട ഒരു ആവശ്യം ഞങ്ങള് സത്യം പറഞ്ഞ ആ ഒരു രീതിയിൽ ചിന്തിച്ചില്ല. ഞങ്ങള് പരസ്പരം ഞങ്ങള് സ്നേഹിച്ചു, മനപ്പുറത്താണ് ഞങ്ങളപ്പോ നോക്കിയത്. പക്ഷെ എനിക്ക് അങ്ങനെ മൈൻഡിലില്ല. പക്ഷെ എന്ന് വെച്ചാൽ എങ്ങനെയും വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കണമെങ്കിൽ അപ്പത്തെ ഒരു ടൈമിന് നമ്മള് നല്ല പരസ്പരം നല്ല പോലെ ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്ത് ഭേദഗതികളുണ്ടെങ്കിലും ഒന്നിക്കാനാണ് നോക്കുള്ളൂ. അപ്പൊ എന്ത് തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒരുമിച്ച് ഒന്നിച്ച് ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കത്തുള്ളൂ. ഇപ്പൊ ഈ ഒരു എല്ലാ ഒരു ഇതും കൊണ്ടും അപ്പൊ ആ രീതിയിൽ വീട്ടുകാരൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. അല്ല, ഞാൻ ആദ്യം എന്റെ അച്ഛനോട് സംസാരിച്ചു. ഏറ്റവും വലിയ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇതുപോലൊരു കല്യാണ ആലോചന ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വന്നിട്ടുണ്ട്, എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പയ്യൻ എന്നോട് വന്നിട്ട് ഇഷ്ടമാന്ന് പറഞ്ഞു. വെച്ചാൽ നല്ല വീട്ടുകാരാന്ന് തോന്നുന്നു. വെച്ചാൽ ഞാൻ വേണം നമ്പർ അയച്ചു തരാം, അച്ഛൻ്റെ നമ്പർ കൊടുക്കാവോന്ന് പറഞ്ഞ് ഞാൻ നമ്പർ അയച്ചു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ അത് കണ്ട് നിന്റെലല്ലേ എൻ്റെ അച്ഛൻ്റെ നമ്പർ എന്നിട്ട് നിങ്ങളുടെ അച്ഛൻ വിളിക്കുമല്ലായിരുന്നു. എന്നിട്ട് ഇവരുടെ അച്ഛൻ വിളിച്ചു, എൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചു. എന്നിട്ട് അങ്ങനെ ഓക്കെ. അതുകൊണ്ട് ഇവരുടെ വീട്ടിലോട്ട് എൻ്റെ വീട്ടുകാർ വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 ഫെബ്രുവരി 14 ഇവരുടെ വീട്ടിലേക്ക് എന്റെ വീട്ടിൽ വന്നപ്പോ എന്ന് വെച്ചാൽ എന്റെ അമ്മയുണ്ട്, പുള്ളിക്കാരി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എല്ലാം നോക്കി ഭയങ്കരമായിട്ട് വീക്ഷിച്ചു കേട്ടോ. ശരിക്കും ഫുള്ള് നോക്കുക എടുക്കുകയൊക്കെ ചെയ്ത്. എന്നിട്ട് എൻ്റെ അടുക്ക വന്നിട്ട് പറയാം, അവര് കൊള്ളൂല, അവരുടെ വീട്ടുകാർ കൊള്ളത്തില്ല, ആ ചെറുക്കനൊക്കെ സൗന്ദര്യമൊക്കെ ഓക്കെ, ആ ചെറുക്കനും കൊള്ളാം, പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാലേ ആ വീട് കൊള്ളത്തില്ല, വീട് നോക്കിയൊന്നും കല്യാണം കഴിയണ്ട, ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ വീടാ, അത് കൊള്ളത്തില്ല, അടച്ചുറപ്പില്ലാത്ത വീടാ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ആരെങ്കിലും കൊന്ന് കളഞ്ഞാൽ പോലും ആരും അറിയത്തില്ല. പിന്നെന്താ അവിടെ ഫുള്ള് എന്താ ഒരു കാട് പിടിച്ച ഏരിയ, അവിടെയൊക്കെ ഒറ്റപ്പെട്ട് വെക്കുന്ന, അതൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗ് എന്നോട് വന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ നീ അത് മൈൻഡ് ചെയ്യണ്ട, നമ്മൾ ഉറപ്പിച്ച കാര്യമാണ് കല്യാണം നടത്തും എന്നുള്ളത്. അപ്പോൾ പിന്നെ അവർ നടത്താന്നുള്ള രീതിയിൽ തന്നെ അവർ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻഗേജ്മെന്റ് ഏപ്രിൽ 6 2022. ഏപ്രിൽ 6, 2022 ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആയിരുന്നു. അതെ, എൻ്റെ വീട്ടിൽ ഇവർ വന്നു, അങ്ങനെ എൻഗേജ്മെന്റ് നടത്തി. അതിനുശേഷം നിന്റെ പെങ്ങളുടെ കല്യാണം, അതിന് നമ്മള് ഗുരുവായൂർ പോയി. അതിന് പിന്നെ പെങ്ങളുടെ കല്യാണം. എൻഗേജ്മെന്റിനൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇവിടുന്ന് ഒരു വണ്ടി വിളിച്ചിട്ട് ആൾക്കാരൊക്കെ കൂട്ടി ഒരുപാട് പേരൊന്നുമില്ല, ഞങ്ങള് കുടുംബക്കാര് മാത്രം. മറ്റേ മിനി വാൻ ഇല്ലേ, മിനി ട്രാവലറിലൊക്കെ വിളിച്ചിട്ട് ഇവിടുന്ന് കാലത്ത് ഒരു നേരത്തെ പുലർച്ചെ 4 മണി 5 മണിക്കൊക്കെയാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. കാരണം അവിടെ എത്താനുള്ള 7 മണിക്കൂർ യാത്ര ഉണ്ട് ഇവിടെ വീട്ടിൽ. അപ്പോൾ അവിടെ അങ്ങനെ എത്തി. പിന്നെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഞങ്ങൾ അന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഫ്രണ്ട്സോളെ ഇൻസ്റ്റാഗ്രാമിലെ ലോക്ക്ഡൌണിൽ പരിചയപ്പെട്ടു. ഒരുപാട് ഫ്രണ്ട്സോളെല്ലാം ഞങ്ങളെ ഒന്നിപ്പിക്കാൻ കാരണക്കാരായ ഞങ്ങളുടെ കൂട്ടുകാരെ എല്ലാം ഞങ്ങൾ വിളിച്ചു വരുത്തി. എല്ലാരും വിളിച്ചു വരുത്തി, എല്ലാരും വന്നു. ഒരുപാട് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ തന്നെ അവരെല്ലാം പങ്കെടുത്ത് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഏപ്രിൽ 6 എൻഗേജ്മെന്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടിയായിരുന്നു കല്യാണം അല്ലേ, നിങ്ങളുടെ പെങ്ങളുടെ കല്യാണം. അതെ, എന്റെ പെങ്ങളുടെ കല്യാണം ഉണ്ടായിരുന്നു. അതിന്റെ ഇടയില് അത് ഏപ്രിൽ 28 അവളെ കല്യാണം ഉണ്ടായിരുന്നത്. നീ ആലോചിക്കായിരിക്കും ഞാൻ ഇത്രയും കാര്യമായിട്ട് ഇതെല്ലാം ഓർത്ത് വെച്ചേക്കുന്നത്. ഇവൾക്ക് സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും മൈൻഡിൽ ഇതൊന്നും ഡേറ്റ് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. അതിപ്പോ നമ്മൾ ആണുങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ, ഡേറ്റും കാര്യങ്ങളൊന്നും വലിയ ഓർമ്മ ഉണ്ടാവും, ഇവർക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കല്യാണത്തിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി ഞങ്ങൾ ഇവിടുന്ന് ഇത് നോക്കിയിട്ട് നല്ലൊരു മുഹൂർത്തം എന്ന് പറയാനില്ല, കാരണം ഗുരുവായൂർ വെച്ചിട്ടാണ് കല്യാണം നടത്താൻ ഞങ്ങൾ. അവിടെ മുഹൂർത്തം ഇല്ല, അവിടെ മുഹൂർത്തമേ ഇല്ല. അപ്പൊ മുഹൂർത്തം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് കാലത്ത് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഏറ്റവും വലിയ കോമഡി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറയാം. അപ്പൊ ഇവിടെ നമ്മൾ ഞങ്ങളുടെ നാട്ടില് ഇവിടുത്തെ ഈ പാലക്കാട് രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് ചിലർ തലേ ദിവസം ദക്ഷിണ കൊടുക്കും,
ഈ മാമന്മാർക്ക് അമ്മായിമാര് അച്ഛമ്മമാര് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ തലേദിവസം കൊടുക്കണുണ്ട്. പിന്നെ അന്ന് അന്ന് കൊടുക്കുന്നുണ്ട്. ചില പേര് എത്താനൊക്കെ വൈകണ നേരമൊക്കെ ആയതുകൊണ്ട് ഞാൻ ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ കുറച്ച് ലേറ്റായി. കാരണം 10 മണിക്കാണ് അവിടെ എത്തേണ്ടതെന്ന് പറഞ്ഞ്. അപ്പോൾ 10 മണിക്കൊന്ന് ഞാൻ 8 മണി ടു 9 മണി 8 to 9 അവിടെ ഞങ്ങൾക്ക് കല്യാണത്തിന്റെ ടൈം തന്നിക്കണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തണം. അപ്പൊ ഇവിടുന്ന് എല്ലാം കഴിഞ്ഞ് എല്ലാരും എത്തണ്ട, എല്ലാരും വന്ന് ചേരാൻ കഴിഞ്ഞ് ഇവരിറങ്ങിയപ്പോ 10 മണി. ഞങ്ങള് എല്ലാം കഴിഞ്ഞപ്പോ 10 മണി. ഇവളുടെ അച്ഛനാണെങ്കിൽ ഭയങ്കര വിളി, നിങ്ങളെവിടെയാണ് നിങ്ങൾ എവിടെ എത്തി, വേഗം വാ, ഓടി വാ, മറിഞ്ഞു വാ, ഇപ്പൊ കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് നിക്ക്. അങ്ങനെ ഭയങ്കര വിളിയായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് 60-70 സ്പീഡില് പിടിച്ച് അവിടെ എത്തി. അവിടെ കാരണം അവിടെ ചെന്ന് ഞാനിതേ ഇവളുടെ മുഖത്തേക്ക് ഞാൻ നോക്കിക്കൊണ്ട് മോകൊണ്ട് മോനൊക്കണു. ഇവിടുന്നൊക്കെ വെള്ളം വന്നിക്കണു തോന്നുന്നുണ്ട്. ഒരു ഇതല്ലേ അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടായിരുന്നു. നീ അങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാരും പറയും ഇതെന്താ അവര് വാക്ക് പാലിക്കാത്ത, അവര് വരാനുള്ള സമയത്ത് വന്നില്ലല്ലോ, വരാനുള്ള സമയം ഇവരെന്താ വരാത്തത്, ഇതെന്തോ ഒരു പറഞ്ഞ വാക്ക് പാലിക്കാത്ത ആൾക്കാരാണ്. എന്നെ പറഞ്ഞാൽ എനിക്ക് ഇവനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്ന കേട്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ എന്നിട്ട് ഒരുപാട് കുറച്ച് താങ്ങിയില്ലേ, എനിക്ക് ഭയങ്കര വിഷമായി. എന്നിട്ട് എന്നെ ഇവർ വന്ന് കഴിഞ്ഞപ്പോ ഞാൻ ഇവനെ നോക്കിയ പോലുമില്ല, ഞാൻ ഇവനെ മൈൻഡ് ആക്കിയില്ല. കല്യാണ ദിവസം തന്നെ എന്നെ കരയിച്ചില്ല. അപ്പൊ അതിന്റെ ദേഷ്യത്തിന് ഞാൻ ഇങ്ങനെ മിണ്ടാതെ എന്നിട്ട് കൊറേ അടുത്തൊക്കെ വന്ന് ചെന്ന് തമാശയൊക്കെ പറഞ്ഞ് ഓരോ പറഞ്ഞപ്പോ പിന്നെ സംഭവം ഓക്കെ അല്ലേ, അങ്ങനെയല്ലേ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ, ഭയങ്കര അങ്ങനെ ഞങ്ങളുടെ കല്യാണത്തിന്റെ ഡേറ്റ് സെപ്റ്റംബർ 12 അല്ലേ? പോയോ സെപ്റ്റംബർ 12 2022 അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഭയങ്കര നല്ലൊരു നോർമൽ കല്യാണമായിരുന്നു. ഒരു 10-100 പേരൊക്കെ കൂട്ടിയിട്ടുള്ള. അന്ന് തന്നെ അവിടെ ഒരു കൊപ്പം വാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് റിസപ്ഷൻ നടന്നു. അതിന് എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ ഒരുപാട് പേരുകളൊക്കെ പങ്കെടുത്തു. പിന്നെ അതിന്റെ ശേഷം ഇവളുടെ റിസപ്ഷൻ വരുന്നത് അതിന്റെ അടുത്ത ഞായറാഴ്ചയായിരുന്നു. അതെ അതെ, കാരണം ലോങ് ഡിസ്റ്റൻസ് കാരണം റിസപ്ഷൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അതെ, അപ്പൊ 3 ദിവസത്തിന് അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ റിസപ്ഷൻ കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൃഥുട്ടൻ ഞങ്ങളിലേക്ക് വന്നു അല്ലേ? ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു. കാരണം ഇവൾക്കൊരു എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇവൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവള് കൺസീവ് ആണോ എന്നുള്ളത്. പിന്നെ ഞാൻ അതിന്റെ ടെസ്റ്ററൊക്കെ വാങ്ങിച്ച് ഇവൾക്ക് കൊടുത്തു. ഇവള് ടെസ്റ്റ് ചെയ്തിട്ട് ഞാനിവിടെ ഇങ്ങനെ കടന്നുറങ്ങുന്നു. നല്ല ഉറക്കായിരുന്നു. കൊണ്ട് ഒരാൾ എന്നെ തട്ടി രാവിലെ. അതെ, എന്റെ കാര്യം ഒന്ന് ആലോചിച്ച്, ഞാൻ രാവിലെ എണീറ്റ് ഇതിന് വേണ്ടിട്ട് ഞാൻ രാവിലെ എണീറ്റ് പോയി ചെക്ക് ചെയ്യും. അത്രയും എന്തോ ഒരു ഇൻട്രസ്റ്റോട് കൂടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെന്ന് നോക്കിയപ്പോ ഓക്കെ എന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയായിരുന്നു. അന്നേരം തൊട്ട് ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഒരു മാതാപിതാക്കളാവുക, ഓരോരുത്തരുടെയൊക്കെ സ്നേഹം അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് പൃഥൂട്ടൻ അങ്ങനെ ആ ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഒരാള് ഭയങ്കര ജ്യൂസ് അടിച്ചു തരല്, ഭയങ്കര. നിങ്ങൾ ഇപ്പൊ വീഡിയോ എന്റെ കൊച്ചി എന്നെ പോലെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് വരണം എന്നുള്ളത് ആരും ആഗ്രഹിക്കാത്ത. അതേപോലെ എന്റെ പൊന്നെ എന്നെ കൊണ്ട് എന്തൊക്കെ ജ്യൂസ് കുടിപ്പിക്കാവോ അതെല്ലാം കുടിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പപ്പായയും പൈനാപ്പിൾ ഒഴിച്ച് ബാക്കി എന്തിന്റെയൊക്കെ ജ്യൂസ് തരാവോ അതെല്ലാം തന്നിട്ടുണ്ട്. ഡെയിലി ഈന്തപ്പഴം, ഡെയിലി ബദാം, അതൊക്കെ അന്ന് ആ ഒരു ഇതിൽ മാത്രമേ കണ്ടുള്ളൂ. ഇപ്പൊ കണ്ടില്ലേ? ഇപ്പൊ എന്ത് കൊടുത്തിട്ടും ഒരു കാര്യമില്ല. ആള് തടിക്കണില്ല, ഞാനാണ് തടിക്കണില്ല. എന്നോട് ആളുകൾ ചോദിക്കും ഇയാണോ പ്രസവിച്ചെന്ന്. ഞാൻ എന്തുത്തരം പറയാനാണ്? അയ്യോ, ഭയങ്കര എന്റെ ശരീരപ്രകൃതി ഇങ്ങനെ തന്നെ കേട്ടോ. കുറെ പേര് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്താണെന്നറിയാം, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് ഈ മനുഷ്യനെ നോക്കിയിട്ട് ഓരോരുത്തർ ചിറ്റപ്പനാണോ, മാമനാണോ, അമ്മാവനാണോ. സത്യം പറഞ്ഞ ഗായ്സ്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഞങ്ങൾ തമ്മിൽ വെറും 4 ഏജിന്റെ വ്യത്യാസമുള്ളൂ. മനസ്സിലായോ? പക്ഷെ ഇവളെ കണ്ടുകഴിഞ്ഞാൽ നഴ്സറി പിള്ളേര് ഇന്നെ കണ്ടുകഴിഞ്ഞാൽ വല്ല ഇവളെ ചേർക്കാൻ വന്ന അമ്മാവനെ പോലെ. മമ്മൂട്ടിയൊക്കെ ഒരേ ആൾക്കാരാ. അതെ, ഞാൻ ലാലേട്ടനെ പോലെയാണ്.
ലാലേട്ടന് അതന്നെ. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങളെ ലവ് സ്റ്റോറി ഇത്രയൊക്കെ വരുന്നുള്ളൂ. എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടുപോയിട്ടൊന്നും അറിയില്ല. ഇപ്പൊ പെട്ടെന്ന് നമ്മളൊരു വീഡിയോ ക്യാമറ ഒക്കെ സെറ്റപ്പ് ചെയ്ത് വന്നു, ഷൂട്ട് ചെയ്തിട്ട്. അപ്പൊ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറയാനുള്ളത്. അതെ. പിന്നെ ഇനി ഞങ്ങക്ക് പറയാനുള്ള, ഇനി പ്രണയിക്കാൻ പോകുന്നല്ലേ, ഇനിയിപ്പോ പ്രണയത്തിലിരിക്കുന്നവർക്കാവട്ടെ അവരോട് പറയാനുള്ള സജഷൻസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് പരസ്പരം ബഹുമാനം ഉണ്ടായിരിക്കുക, റെസ്പെക്ട്. റെസ്പെക്റ്റ് ആണ് ആദ്യം നമുക്ക് വേണ്ടത്. പരസ്പരം ഇപ്പൊ എല്ലാവരും ഇപ്പൊ പ്രണയിക്കുന്ന ആളുകളുണ്ട്. ഇതിലൊരുപാട് പ്രണയങ്ങൾ തകർന്നു പോകുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒരുപാട് പേർക്ക്, ചിലർക്ക് തമാശക്ക് പ്രണയിക്കുന്നവരുണ്ട്, നേരം പോക്കിന്, ടൈം പാസിന് രണ്ട് മൂന്ന് പ്രണയങ്ങള് കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ഇതൊക്കെ എന്തോന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാലും ഒരു ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നുണ്ടെങ്കിൽ അവരെ സ്വന്തമാക്കാൻ, അല്ലെങ്കിൽ അവരോടൊപ്പം ലൈഫ് മുന്നോട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഇത് ലൈഫ് തന്നെ കാത്തിരിക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ ഞങ്ങൾ രണ്ടുപേരെന്ന് പറയാം. കാരണം ഞങ്ങൾക്കിടയിൽ അതിൽ പൂവിട്ട ഒരു പുഷ്പമാണിത്, നമ്മുടെ പൃഥ്വിട്ടൻ. കാരണം ഒരുപാട് ലൈഫിൽ പരസ്പരം എന്തൊരു ഇതുണ്ടെങ്കിലും നല്ലൊരു പാർട്ട്ണർ കിട്ടുക, നല്ലൊരു മകൻ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു നല്ലൊരു ലൈഫിലൊരു അച്ചീവ്മെന്റ് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എല്ലാ പാർട്ട്ണർമാരിലും, അല്ലെങ്കിൽ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഞങ്ങള് ഇപ്പോഴും ഈ ഭാര്യ ഭർത്താക്കന്മാര് കാണിക്കുന്നതിന്റെ കൂടെ ഭയങ്കര ഞങ്ങള് ഭയങ്കര നല്ല ഫ്രണ്ട്സുകളെ പോലെയാണ് ഞങ്ങള്. ഇപ്പൊ പോടാ വിളിക്കും, എന്താടാ അങ്ങനെ, ചിലപ്പോ അതില് മേലും വിളിക്കട്ടെ, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും നല്ലൊരു ഇതിലാണ് ഞങ്ങളിപ്പോ ഒരു ദൈവത്തിന്റെ അനുഭവം കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇപ്പൊ പോകുന്നുണ്ട്. അല്ല, പരസ്പരം ഞങ്ങൾ സ്പേസ് കൊടുക്കാറുണ്ട്. അവൾക്ക് പറയുന്ന കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളാണെങ്കിൽ എന്ന് കരുതി ഞങ്ങൾക്കിടയിൽ വഴക്കുകൾ ഇല്ല എന്നല്ല, നല്ല വഴക്കുണ്ടാവാറുണ്ട്. ചിലപ്പോ അവൻ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ അതിന് അവനും അതുപോലെ അപ്പൊ ഞാൻ ചെയ്യാറുള്ള എന്താ വെച്ചാൽ, ഞാനൊരു ഇത് കൊടുക്കും, സ്പേസ് അവൾക്ക് ഞാൻ കൊടുക്കും. അതിനപ്പോ അവിടെ ഞാൻ അവള് പറഞ്ഞ് തീർക്കട്ടെ, അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഫുള്ള് തീർക്കട്ടെ, അങ്ങോട്ട് പറഞ്ഞു തീർക്കട്ടെ. അപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളത് എന്താന്നുള്ളത്. അതുപോലെ എൻ്റെ മനസ്സിൽ എന്താ വെച്ചാൽ ഞാൻ പറയുന്നവർ അവളൊന്നും മിണ്ടൂല. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ പോവും. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങള് പരസ്പരം മിണ്ടും, സംസാരിക്കും. ഓട്ടോമാറ്റിക്കലി വലിയ വഴക്കുണ്ടായാലും മിണ്ടും. അതാണ് ആരെയും കൂടുതൽ സത്യം പറയല്ല. ഞാൻ അങ്ങനെ ചെന്ന് മിണ്ടുന്ന എന്തുവാ താന്ന് കൊടുക്കുന്ന ടൈപ്പല്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വന്ന് മിണ്ടുന്ന രാവിലെ. അതെ, ഞാനാണ് ഏറ്റവും കൂടുതൽ ചെന്ന് മിണ്ട് അങ്ങനെ. പക്ഷെ എന്നാലും അതൊരു ഫീലാണ്, നല്ലൊരു ഫീലാണ്. അപ്പൊ വഴക്കിട്ടിട്ട് പിന്നെ ഒന്ന് ഇതാവുമ്പോ നല്ല രസമാണ്. അതെ അതെ അതെ. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. നല്ലൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക, നല്ലൊരു പങ്കാളിയെ കണ്ടെത്തുക. പങ്കാളി അല്ല, പങ്കാളി എന്നല്ല ഞാൻ പറഞ്ഞു, പങ്കാളി തന്നെ. നല്ലൊരു ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തുക, നല്ലൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. രസമാടോ, നല്ല രസമാണ് ലൈഫ്. നല്ല എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോവാണെങ്കിൽ നല്ലൊരു ലൈഫ് തന്നെ നമുക്കുണ്ട്. കാശും പണവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടൊന്നല്ല. പക്ഷെ നല്ലൊരു ലൈഫ്, ഒരു ഭാര്യ, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാര്യ, നല്ലൊരു മകൻ, അല്ലെങ്കിൽ നല്ലൊരു മക്കള് ഒക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്രയോ വലിയ സന്തോഷവാനാണ്. നല്ലൊരു ഹാപ്പിയാണ്, എല്ലാം കൊണ്ട് നല്ലൊരു ഹാപ്പിയാണ്. പോകരുത്, ഇനി ഞാൻ കരഞ്ഞു പോകും ഗൈസ്. അതുകൊണ്ട് ഒരുപാട് കൂടുതൽ പറയണില്ല. അപ്പൊ എന്തായാലും ഇതാണ് ഞങ്ങളുടെ ഒരു ലവ് സ്റ്റോറി വരുന്നത്. ഇനി ഇതാ ചാപ്റ്റർ 1 ആണ്. ഇനി ചാപ്റ്റർ 2 വരാനുള്ള ആളാണ് ഇത്. കണ്ടില്ലേ, ചാപ്റ്റർ 2ന്റെ ഒരാള്. ഇനി ഇവനിലൂടെയാവും ഞങ്ങളുടെ കഥകളും കാര്യങ്ങളൊക്കെ വരാൻ പോണത്. ഇനി ഇതൊക്കെ ഇവൻ എടുത്ത് കാണണം. അതെ, ഒരു 10 കൊല്ലത്തിന് ശേഷം അവന് കാണാനുള്ള ഒരു അച്ഛന്റെ അമ്മയുടെ ലവ് സ്റ്റോറി ആയിരിക്കും ഇത്. അത് കണ്ട് ഹാപ്പി ആവുമെന്ന് വിചാരിക്കണം. എനിക്ക് തന്റെ ക്ലാസ്സിൽ ഇല്ല കൊച്ചിനെ ഇഷ്ടം, അച്ഛന്റെ അമ്മേനെ കല്യാണം. അവൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ ഏത് പെൺകുട്ടിനെ ഞാൻ പോവന്റെ ഒപ്പം കടത്തിക്കൊണ്ടിരുന്നു.
എന്റെ കെട്ടിയവര് എന്റെ കൊച്ചും. യെസ്, അപ്പോൾ അത്രയുള്ള ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ലവ് സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരും. ഇതിനിടയിൽ Q&A ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് പേരുടെ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. എല്ലാവരും അതിനായിട്ടുള്ളൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നാലേ നമുക്കതിന് റിപ്ലൈ ചെയ്തിട്ടൊരു വീഡിയോ രൂപത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല രീതിയിലുള്ള നല്ല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കുക, കമന്റിലൂടെ ചോദിക്കുക. ഞങ്ങൾ അതിനുള്ളൊരു വീഡിയോ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് ഉടനെ തന്നെ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലേ, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.